ആളുകൾ ഭയങ്കരമായി വെറുപ്പിനടിമയാണ്. ഭയങ്കര വെറുപ്പാണ്. മനുഷ്യൻ്റെ ഹൃദയം മുഴുവനെന്ന് വെറുപ്പിൻ്റെ അടിമത്തത്തില്ല. കായേൻ്റെ അരൂപിയ കോപം, വെറുപ്പ്, അടി, ഭയങ്കര ചീത്തവിളി, വിഷമം, ഇങ്ങനെ ഉള്ളു മുഴുവൻ വെറുപ്പ്. അവനെ നശിപ്പിക്കണം, ഇവളെ നശിപ്പിക്കണം, അവരെ നശിപ്പിക്കണം, എല്ലാവരും നശിപ്പിക്കണം, എല്ലാം ഇല്ലാതാക്കണം, ഇങ്ങനൊരു ചിന്തയാണ് എല്ലാം ഉള്ളിക്കണം. അപ്പോൾ അത് തന്നെ ഇരിക്കുമ്പോൾ കൃപയുടെ വാതിൽ അടഞ്ഞു പോകും. പ്രൈസ്. ദൈവകൃപയുടെ അനുഗ്രഹത്തിൻ്റെ വാതിൽ നമുക്ക് അടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ വാതിൽ തുറക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ വേദനിപ്പിച്ച മുഴുവൻ അവരോട് നമ്മൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കും. സർവ്വത്തോടെ ഹല്ലേലൂയ. നമ്മൾ പെട്ടെന്ന് എല്ലാം വെച്ചാൽ എനിക്ക് ആരോടും കൊടുക്കാൻ ഉദ്ദേശമൊന്നുമില്ല, ഞാൻ എല്ലാവരും ക്ഷമിച്ചത് ഇത് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് കുറ്റം, നമ്മൾ ആരോടാണ് ക്ഷമിക്കാത്തതെന്ന് വെച്ചാൽ ക്ഷമിച്ചോ എന്ന് കണ്ടുപിടിക്കാൻ വഴി ഞാൻ ഇന്നും നമ്മൾ ആരെക്കുറിച്ചെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ, രഹസ്യമായോ പരസ്യമായോ നമ്മൾ ആരെക്കുറിച്ചെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തിയിൽ നിന്നൊരു വിഷമം, ഒരു മുറിവ് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. പ്രൈസ്. ആ വ്യക്തിയിലൂടെ ഉണ്ടായ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ കിടപ്പുണ്ട്. നമ്മൾ ആ വ്യക്തിയോട് ക്ഷമിച്ചിട്ടില്ല, നമ്മൾ ആ വ്യക്തിയോട് ക്ഷമ ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ആ ആളുകളെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈസ്. അപ്പോൾ നമ്മൾ ആരെക്കുറിച്ചൊക്കെ ലോകത്ത് കുറ്റം പറയുന്നുണ്ടോ, അപ്പോൾ അതിനർത്ഥം ആ വ്യക്തിയിലൂടെ നമുക്കുണ്ടായിരിക്കുന്ന ഒരു മുറിവുണ്ട്. പ്രൈസ്. നമുക്കൊരു വിഷമമുണ്ട്, നമുക്കൊരു തിക്താനുഭവം ഉണ്ടായിട്ടുണ്ട്, നമുക്കൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ട്, പീഡനം. അപ്പോൾ ആ വ്യക്തിയോട് നമ്മൾ ക്ഷമിച്ചിട്ടില്ല. അപ്പോൾ ആ വ്യക്തിയോട് ക്ഷമിച്ച് കഴിയുമ്പോൾ എന്താ, നമ്മൾ ക്ഷമിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് കുറ്റം പറയില്ല. ആ വ്യക്തിക്ക് നന്മ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. പ്രൈസ്. ആ വ്യക്തിക്ക് വളർച്ച ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ആ വെറുപ്പ് നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം നമ്മുടെ ആത്മാവിലേക്ക് വരിക സാധ്യമല്ല. പ്രൈസ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് വരികയില്ല. അപ്പം നമ്മൾ ക്ഷമിക്കണം. വീട്ടിലൊക്കെ ചിലപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ കൊലപാതകങ്ങളൊക്കെ വർഷങ്ങൾക്ക് 10, 50, 70, 100 വർഷങ്ങൾക്ക് മുമ്പൊക്കെ തന്നെ. അപ്പോൾ ഇങ്ങനെ കൊലപാതകം നടക്കും. ചില കുടുംബങ്ങളിൽ കൊലപാതകം നടക്കും. കാരണം ചില മേഖലകളെ വെളിപ്പെടുത്തരാറുണ്ട്. അപ്പോൾ അത് ക്ഷമിച്ചിട്ടില്ല. 2 കർമ്മത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. 2 കർമ്മത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. ക്ഷമിക്കണം. നമ്മൾ അത്ര വലിയ ദുരന്തങ്ങളൊന്നും വേണം, നമ്മൾ ഒരുപാട് പീഡിപ്പിച്ച നശിപ്പിച്ച ക്ഷമിക്കണം. അന്ന് ഈശോയുടെ ഞാൻ കഴിഞ്ഞ ആളുകൾ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഇരുന്നപ്പോൾ എനിക്ക് അവരുടെ പ്രാർത്ഥനയിൽ ഒത്തിരി ഇഷ്ടപ്പെട്ട കാര്യം, അവർ ജപമാല ചൊല്ലുന്നതിനിടയിൽ ഈശോയുടെ പാപങ്ങൾ ക്ഷമിക്കണമെന്ന്, നരകത്തിൽ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളും പ്രത്യേകിച്ച് സഹായം ആവശ്യമില്ല, ഒരു ശസ്ത്രത്തിൽ ആനയിക്കും. ഇത് പറഞ്ഞ ശേഷം അവർ പ്രാർത്ഥിക്കുന്നു, പിതാവേ ഇവർ ചെയ്യുന്ന ഇവർ അറിയുന്നില്ലെന്ന് ഇവരോട് ക്ഷമിക്കണമേ എന്നറിയിച്ച ഈശോയെ ഞങ്ങളെ വേദനിപ്പിച്ച് മുഴുവൻ ആളുകളോട് ഞങ്ങൾ ക്ഷമിക്കുന്നു. പ്രൈസ് എന്ന് പറഞ്ഞിട്ടാണ് അവർ അടുത്ത രഹസ്യം ചൊല്ലുക. അപ്പോൾ എല്ലാം പ്രാർത്ഥനയിടയ്ക്ക് അവർ ഈശോ ചൊല്ലിയ പ്രാർത്ഥന, പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല, നീ ഇവരോട് ക്ഷമിക്കണേ. പ്രൈസ്. ഇവരെന്താണ് ഇവർ അറിയുന്നില്ല. അപ്പോൾ ഉള്ളുകൊണ്ട് ക്ഷമിക്കുകയാണ്, ക്ഷമ ചോദിക്കുന്ന സംഭവമാണ്. അപ്പോൾ ആ ക്ഷമിച്ച് ക്ഷമ ചോദിച്ചുകൊണ്ട് ഇവിടേക്ക് നിങ്ങൾ രോഗികളായ കുഞ്ഞുങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടാകാം, രോഗികളായ അപ്പനെ, അമ്മയെ, ഭാര്യയെ, ഭർത്താവിനെ, കുടുംബത്തിലൊക്കെ ഉണ്ട്. അവിടെ കൃപ കൊടുക്കാൻ ബ്ലോക്കാൻ നിൽക്കുന്ന ഒറ്റ മേഖലയുള്ളൂ, എലമെൻ്റ് ഓഫ് ഫോർഗീവ്നെസ്. നമ്മൾ വളരെ ഗൗരവമാണ് ക്ഷമിച്ചു. അതുകൊണ്ട് എനിക്കൊന്ന് ഇത് നമ്മുടെ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, നമ്മൾ ക്ഷമിക്കും.